ഗൈസ്, അൻഷു സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അൻഷു വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ രാവിലെ പോകുമ്പോഴേ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വൈകുന്നേരം വന്നിട്ട് മുട്ട മതി അമ്മയെന്ന്. അപ്പോൾ ഞാൻ മുട്ട വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗാന CD 10 CD ആണ്. നമ്മുടെ 10 CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 55 രൂപേൻ്റെയൊക്കെ അടുത്ത് വരും. അപ്പോൾ ഞാൻ 20 CD എടുത്തിട്ടുണ്ട്. എനിക്ക് മുട്ടയും വാങ്ങിക്കണം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് അവിടെ നിന്ന് കുറേ ഓർഡറൊക്കെ തന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് വേണം, ലോലിപോപ്പ് വേണം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമിയാണ് പറഞ്ഞത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഷോപ്പിലേക്ക്. അപ്പോൾ ഇവിടെ ആളില്ല ഈ ഷോപ്പിൽ. അപ്പോൾ ബാക്കിലുള്ളത് ഇവരുടെ വീട് തന്നെയാണ്. ഗേറ്റിൽ നമുക്ക് മുട്ടി വെക്കാം. വേറെയും ആൾക്കാർ ഇതുപോലെ ഇങ്ങോട്ടേക്ക് സാധനം വാങ്ങാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് വെച്ചിട്ട് ഒരുവിധം ഭേദപ്പെട്ടിട്ടുള്ള ഷോപ്പാണിത്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. ഗുഡ് ഈവനിങ്. ഗൈസ്, എനിക്ക് ഈ ഗാനയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ മിക്ക സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഒരു കാറും ഒക്കെ ഉള്ള ലേഡീസ് ആയിരിക്കും മിക്കവരും. അപ്പം നമ്മളിപ്പോൾ ഈ ഷോപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഈ ഷോപ്പിൽ നിന്നല്ല, ഞാൻ ഏത് ഷോപ്പിൽ പോവുകയാണെങ്കിലും അവിടെ സാധനങ്ങൾ വിൽക്കുന്നത് ലേഡീസ് ആയിരിക്കും. അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് ഇതുപോലെ കാറൊക്കെ വാങ്ങി നല്ല സെറ്റപ്പിലായിരിക്കും അവർ ജീവിക്കുന്നത്. ഞാൻ ഈ തത്വങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കാണുന്ന ചില മഹാന്മാരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോയതെന്ന് ഞാൻ പറയട്ടെ. ഇതെന്തിനാണ് ഇങ്ങനെ കൂട് പോലെ ഇവിടെയൊക്കെ നെറ്റ് അടിച്ചു വെച്ചിരിക്കുന്നത്, നായക്കൂടിൻ്റെ ഒക്കെ പോലെ? അങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചത്? അതെന്തിനാ വെച്ചാൽ ഇവിടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാട്ടോ. പെട്ടെന്ന് ആരും ചെന്ന് അങ്ങനെ ആക്രമിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷൊന്നും എടുത്ത് കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് ഞങ്ങൾ ഈ റോഡിലൂടെയൊക്കെ നടക്കാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ വണ്ടികൾ പൊതുവെ തിരക്ക് കുറവാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നടന്നു കഴിഞ്ഞ് വന്ന മക്കളും ഫുള്ള് ഹാപ്പിയാണ്. പോകുന്ന വഴിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള 2 പേരാണിത്. താങ്ക് യു. I forgot your name. Ivy. And your name? Jenny. Okay. Nice to meet you. ഇവരിവിടെ അടുത്തുള്ള ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. രാവിലെയും വൈകിട്ട് നമ്മുടെ വീടിന് മുന്നിലൂടെ പോകുന്ന ഇതുപോലെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറച്ച് പേര് എൻ്റെ കുറച്ച് പരിചയക്കാരാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരം കാണുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളടുത്ത് വന്ന് കുശലം ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ത്യനെ കുറിച്ചാണ് അവർ കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പം ഞാനും ഒട്ടും കുറയ്ക്കാതെ തന്നെ നല്ല പൊക്കി അടിക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ ബൈ. സീ യു. വീടുണ്ടോ? ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആമി എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ഗൈസ്. അവസാനം രക്ഷയില്ലാതെ ഞാൻ കൊടുക്കേണ്ടി വന്നു. നോക്ക്, ചോക്ലേറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ? കൊടുത്തോ എല്ലാവർക്കും? ഇതെന്താ ബാക്കിയുള്ളതാ? ബാലൻസ് ആണോ? ചേച്ചിക്ക് കൊടുത്തോ. വേണോ? ആദ്യം പോയിട്ട് ഫ്രഷ് ആവും. ഇത് കണ്ടില്ല ഗൈസ്, ഏട്ടൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുൻപേ എല്ലാ ഡീറ്റെയിൽസും ഏട്ടന് പറഞ്ഞു കൊടുത്ത് ഏട്ടനെ കൊതിപ്പിക്കുകയാണ് ഈ ആമി. സ്കൂളിൽ നിന്ന് അൻഷുനെ കൂട്ടി വരുന്ന വഴിക്ക് നൈസിനോട് ഞാൻ ECG ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലുള്ളൊരു കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ ചെയ്യാം കേട്ടോ. അൻഷു മകനെ, എൻ്റെ തങ്ക മകനെ,
എൻ പുത്രനെ എന്താ വെള്ളം കുടിക്കാഞ്ഞ്? എന്താ മറക്കാൻ? വെള്ളം കുടിക്കാൻ ആരെങ്കിലും മറക്കുവോ? അടി വേണോ? നാളെ മുതൽ കുടിച്ചിട്ട് വരണേ. അവൻ്റെ സുന്ദര കുട്ട. ഗായ്സ്, നല്ല ഫ്രഷ് അയലയും മത്തിയും കിട്ടിയിട്ടുണ്ട്. മത്തി ഇപ്പോൾ നാട്ടിൽ നല്ല എയറിൽ കയറി നിൽക്കുകയാണല്ലോ അതിൻ്റെ വില കാരണം. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് മീൻ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. ഗാന വിറ്റിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് ഈ അയലയും മത്തിയും ഇതുപോലുള്ള മീനുകളൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫോർമലിനൊക്കെ ഇട്ടിട്ട് നല്ല മീൻ കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ അയില എടുത്തിട്ട് കറിയും വെച്ചു, മത്തി എടുത്തിട്ട് വറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മത്തി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് റൈസാണ്. നമ്മളെ മലയാളികളുടെ ആ പതിവ് രീതി തെറ്റിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം റൈസ് തന്നെയാണ് കഴിക്കാറുള്ളത്. വൈകുന്നേരത്തെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിഠായിയോ അല്ലെങ്കിൽ വേറെ വല്ല സ്വീറ്റ്സോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ ഞാൻ വരുന്നതും കാത്തിട്ട് കുറച്ച് പേരുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഇവർ 2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ സ്കൂൾ വിട്ടിട്ട് വരാൻ വൈകി. Who will sing a nice song? Where's your children? They are inside. They are watching TV. Watching TV. When is going to be your birthday? My birthday, October. Good evening. What's that? So are you going to make it? No, You just said 6, 2, 8. it's not now. It's in October. So, sing a song, then I will give you this. It's a children's song I'm going to sing. Okay. The moose, the moose, the moose, the moose, swimming in the water, swimming in the water. Eating his breakfast, eating his breakfast. Where did he go? Where did he go? He goes to sleep. He goes to sleep. I'm done. Done. Very nice. What about you? He's not gonna. He doesn't have anything. Now Okay, it's you take it. mine. Share with him also. Do you like candy? Yes. You share with him. You don't like? You like it. Then take His it. grandma said he does. He does. He should not eat. You give to her also. The small baby girl. She is coming. You give to her. Baby, Badger. Jesus loveth the children. She's coming. Jesus loveth little children. Hello. You want candy? You like candy? Jesus love. Okay, bye. Jesus. Thank you. Okay, Aisha, bye. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.